ADGP MR അജിത് കുമാറിന്റെ DGP ആയുള്ള സ്ഥാനക്കയറ്റത്തിൽ സർക്കാരിന്റെ പച്ചക്കൊടി. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ഗുരുതര ആരോപണത്തിൽ അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടെയാണ് തീരുമാനം. ജൂലൈ 1 ഒഴിവ് വരുന്ന മുറയ്ക്ക് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും ചോദ്യപേപ്പർ ചോർന്നതായി സംശയം. ഇന്ന് നടന്ന 10ാം ക്ലാസ് രസതന്ത്ര പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായാണ് സംശയം ഉയർന്നിരിക്കുന്നത്. ആകെ 40 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും ഇന്നലെ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വന്നതായാണ് ആരോപണം. വയനാട് ദുരന്തത്തിന് പിന്നാലെ മുൻകാല രക്ഷാപ്രവർത്തനത്തിന് കേരളം ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ 132 കോടി രൂപ ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതി. വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നായിരുന്നു കോടതിയുടെ വിമർശനം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിൽ നിന്നും മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി K ജയകുമാറിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. മക്കളായ ആശ ലോറൻസിന്റെയും സുജാത ബോബന്റെയും അപ്പീൽ തള്ളിക്കൊണ്ട് ഡിവിഷണൽ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മൃതദേഹം ഏറ്റെടുത്ത മെഡിക്കൽ കോളേജ് നടപടി ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ നിർണായകമായി ക്യാമ്പിലെ മറ്റു കമാൻഡോകൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. SOG അസിസ്റ്റന്റ് കമാൻഡർ അജിത് വിനീതിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് മൊഴി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം നേരിയ മഴയ്ക്ക് സാധ്യത. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് ന്യൂനമർദ്ദം നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. BR അംബേദ്കറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. ലോക്സഭ ചേർന്നതോടെ പ്രതിപക്ഷ നേതാക്കൾ അംബേദ്കറിന്റെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി സഭയിൽ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ഡൽഹി കലാപക്കേസിൽ അറസ്റ്റിലായ ഉമർ ഖലീദിന് ഇടക്കാല ജാമ്യം. 7 ദിവസത്തേക്കാണ് ഡൽഹി കോടതി ജാമ്യം അനുവദിച്ചത്. കുടുംബത്തിലെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിനാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉയർന്ന തീരുവ ഈടാക്കിയാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അതേപോലെ തന്നെ ഉയർന്ന തീരുവ ഈടാക്കുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഞങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയാൽ ഞങ്ങൾ അവർക്കും അതേ തുക ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ സ്റ്റാർ സ്പിന്നർ R അശ്വിൻ. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെയാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം. 106 ടെസ്റ്റിൽ നിന്നും 537 വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത്. 106 ടെസ്റ്റിൽ നിന്നും 537 വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത്. 116 ഏകദിനത്തിൽ 156 വിക്കറ്റും 65 T20യിൽ 72 വിക്കറ്റും സമ്പാദിച്ചു. ടെസ്റ്റിൽ 6 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്.